ബേപ്പൂരിന്റെ മണ്ണിൽ പരാജയ ഭീതി പൂണ്ട പരിഭ്രാന്തിയിലാണ് റിയാസ് ഉള്ളത്. വ്യക്തി അധിക്ഷേപങ്ങളോട് പോടാ പുല്ലെ മൈൻഡ് വെച്ച് നടന്നിരുന്ന മുഹമ്മദ് റിയാസിന് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അടിക്കുറിപ്പോടെ പറയാം, തോൽവി ഭയം തന്നെയാണെന്ന്. പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ അടിത്തറയിളകിയതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അഭയം പ്രാപിക്കാൻ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പുന്നാര മരുമകൻ. CPM എന്ന പ്രസ്ഥാനം ഒരു കുടുംബത്തിന്റെ താവളമായിട്ട് മാറിയെന്ന യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന അൻവറിനെ തളയ്ക്കാനിറങ്ങുന്ന റിയാസ് യഥാർത്ഥത്തിൽ തോറ്റു കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുകയാണ്. ബേപ്പൂരിലെ വോട്ടർമാർക്കിടയിൽ റിയാസിനോടുള്ള വിരോധം അണപൊട്ടി ഒഴുകുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് റിയാസ് വ്യക്തിഹത്യ എന്ന ആരോപണം ഉയർത്തുന്നത്. അൻവർ ഉന്നയിക്കുന്ന മരുമോനിസം എന്നത് വെറുമൊരു ആരോപണമല്ല, മറിച്ച് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പച്ചയായ സത്യം കൂടിയാണ്. ആ സത്യം കേൾക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് തന്നെ റിയാസിന്റെ രാഷ്ട്രീയ പാപ്പരത്തം തന്നെയാണ്. ജനകീയ വികാരം എതിരായപ്പോൾ അധികാരം ഉപയോഗിച്ച് വാ അടപ്പിക്കാൻ ശ്രമിക്കുന്നത് CPMന്റെ ഫാസിസ്റ്റ് മുഖം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. വ്യക്തിഹത്യ ചൂണ്ടിക്കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ റിയാസ് എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ തണലില്ലാതെ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പില്ലാത്ത ഒരു നേതാവിന് അൻവറിനെ പോലെ തന്റെ ഇടത്തോടെ സംസാരിക്കുന്നവരെ ഭയമായിരിക്കും. ആ ഭയമാണ് ഇന്ന് പരാതിയായിട്ട് കമ്മീഷന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ബേപ്പൂരിലെ സാധാരണക്കാരായ വോട്ടർമാർ ഈ നാടകം തിരിച്ചറിയുന്നുണ്ട്. പരാതികൾ നൽകി അൻവറിനെ തടയാമെന്ന് കരുതുന്നത് റിയാസിന്റെ വ്യാമോഹം മാത്രമാണ്. പിണറായി സത്തിന്റെ അസ്തമയം ബേപ്പൂരിലെ മണ്ണിൽ നിന്നും തുടങ്ങുമെന്ന് ഉറപ്പായതോടെയാണ് റിയാസും സംഘവും ഇത്തരമൊരു നീക്കത്തിന് മുതിരുന്നത്. ഇത് രാഷ്ട്രീയ പോരാട്ടമല്ല, മറിച്ച് മുങ്ങിത്താഴുന്നവൻ കയ്യിൽ കിട്ടിയ വൈക്കോൽ തുരുമ്പിൽ പിടിച്ചു കയറുന്നതിന് തുല്യമാണ്. അതേസമയം റിയാസ് കൊടുക്കുന്ന ഈ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചാൽ സ്ഥാനാർത്ഥി വ്യക്തിഹത്യ നടത്തുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് ആ സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കാനും സാധ്യതയുണ്ട്. വ്യക്തിഹത്യയിലൂടെയാണ് ഒരാൾ വിജയിച്ചത് എന്ന് തെളിഞ്ഞാലോ ആ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ കോടതിക്ക് റദ്ദാക്കാം. പക്ഷേ ഇവിടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം പാർട്ടിയെയും ഭരണത്തെയും ഒരു കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്താക്കി മാറ്റിയവർക്ക് ജനാധിപത്യപരമായ വിമർശനങ്ങൾ വ്യക്തിഹത്യയായിട്ട് തോന്നും. മാത്രമല്ല, മാസപ്പണിയും വാങ്ങി സ്വർണം കട്ട കുടുംബത്തെ അൻവർ മാത്രമല്ല ഈ ലോകം മുഴുവനും കുറ്റം പറയുന്നുണ്ട്. റിയാസ് നേരിട്ട് ചെയ്യുന്നില്ല എങ്കിലും അൻവറിനെതിരെ വ്യക്തിഹത്യ സ്വരാജിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അതിലും പരാതി വന്നാൽ റിയാസിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്തിലാകും. പിണറായി വിജയന്റെ മകൾക്കെതിരെയും മരുമകനെതിരെയും ഉയരുന്ന ഓരോ അഴിമതി ആരോപണങ്ങളും കേരളം ഗൗരവത്തോടെയാണ് കാണുന്നത്. അത് ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് തടയാൻ ആർക്കും സാധിക്കില്ല. തോൽവി ഭയന്ന് അൻവറിന്റെ വാ അടപ്പിക്കാൻ നോക്കുന്ന റിയാസ് ഒരു കാര്യം കൂടി ഓർക്കുക, ജനങ്ങളുടെ കോടതിയിൽ ഈ പരാതികൾക്ക് യാതൊരു വിലയുമില്ല. CPMന്റെ അടിച്ചമർത്തൽ രാഷ്ട്രീയത്തിന് ബേപ്പൂർ നൽകാൻ പോകുന്നത് കനത്ത തിരിച്ചടിയായിരിക്കും.